മിശിഹായുടെ വിജയത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവടിഞ്ഞു? രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചു, നീ എനിക്കായി കാത്തിരുന്നില്ല. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ലഭിച്ചു. അപ്പോൾ നീ അവർക്ക് വിമോചനമേകി. നിന്നിൽ അവർ ആശ്രയിച്ചു, അവർ ലജ്ജിതരായില്ല. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ വികൃതമായ ആജ്ഞകൾ കാട്ടുകയും തലയാക്കുകയും ചെയ്യുന്നു. എന്നിൽ നിന്ന് നീ അകന്നിരിക്കരുതേ. ഇതാ ദുരിതമെടുത്തിരിക്കുന്നു, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം തുലപിച്ചു. ആക്ഷേപപൂർവ്വം അവർ തുറിച്ചു നോക്കി. കർത്താവേ, നീ എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, സഹായത്തിന് വേഗം വരണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഉയർന്ന കൊമ്പിൽ നിന്ന് എളിയവനായി എന്നെ വിടുവിക്കണമേ. ജനസമൂഹത്തിൽ എനിക്കുള്ള സ്തുതി നിന്റെ പക്കൽ നിന്നാകുന്നു. ഭക്തന്മാർക്ക് അങ്ങേ നേർച്ച ഞാൻ നിവർത്തിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ. രാജ്യം കർത്താവിന്റേതാകുന്നു, വിജാതിയുടെ അധിപൻ അവനാകുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടുന്നു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അംഗീകാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിനും ഭാഗ്യപൂർണ്ണ പരിശുദ്ധമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും അതുല്യതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവമേ, പരിപാവന
സ്വർഗത്തിലെ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സുദർഘനും ബലവാനും വൃദ്ധനുമായ എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളെന്ന സ്ഥിതിയോട് കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും അവനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസ്ഹാക്കിന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ, എന്നാ മകനെ? അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, തീയും വിറകും മതിയോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവിടെ നിശ്ചയം മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാമിന്റെ ബലിപീഠം കണ്ടു. വിലകളിക്ക് വെച്ച് ഇസ്ഹാക്കിനെ ബന്ധിച്ച് വിലകളിന് മീതെ കിടത്തി. മകനെ ബലികഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാമിനെ വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്നെ പിന്നിൽ ഉൾച്ചെടികളിൽ കുമ്പിടത്തിൽ കിടക്കുന്ന ഒരു കുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്ത് നിന്ന് യാഹ്വേയെ എന്ന് പേരിട്ടു. കർത്താവിന്റെ നിലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് ചെയ്യുന്നു, നീ നിന്റെ പുത്രനെ പോലും എനിക്ക് തരാൻ അടികാരികൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണത്തെ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എന്നിട്ട് നിന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷബയിൽ പാർത്തു. കർത്താവ് എന്റെ രക്ഷയെ പ്രകാശമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? വിരോധികളെ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കർത്താവിന്റെ രക്ഷശക്തിയും ജീവന്റെ ശക്തിയാകുന്നു. ആരിൽ നിന്ന് ഞാൻ വിരലോടണം? ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ്, എന്നെ ഞാൻ വിളിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ ഹൃദയം എന്നോട് സംസാരിക്കുന്നു, എന്റെ വചനം തിരുമുഖം തേടുന്നു. എന്റെ സഹായകനായ കർത്താവേ, നിന്റെ ദാസനായ എന്നെ ദേഷ്യത്തോടെ ശിക്ഷിക്കരുതേ. എന്റെ വൈരികൾക്ക് എന്നെ കൈയാളിക്കരുതേ. എനിക്കെതിരായി കള്ളസാക്ഷികൾ നിരക്കുന്നു, അവർ തിന്മ സംസാരിക്കുന്നു. കർത്താവിന്റെ രക്ഷയും പ്രകാശവുമാകുന്നു. ഞാൻ ആരെ പേടിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമേ, അങ്ങേ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സഹോദരരെ, യേശുയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാകും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ
അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പരിഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ പേരുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിപോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവനെ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയായില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോഗം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവനൊരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവൻ ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. മഹിമകൾ പാടുന്നു, താഴ്വണങ്ങുന്നു. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാഠിന്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മളുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്ന അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരുന്നത്.
ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പേ തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവരെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗ്രഹമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക, വിശുദ്ധ മത്തായി, വിശുദ്ധ യോഹന്നാൻ എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ചത്തെ സുവിശേഷ ഭാഗം ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി സുവിശേഷകന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ്. ധ്യാനാത്മകമായിട്ട് നമുക്ക് ദൈർഘ്യമേറിയ ഈ ഭാഗം ശ്രമിക്കാം. ഈശോയ്ക്ക് പാറാവുന്നിരുന്ന മനുഷ്യൻ അവരെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവനാരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി മറ്റു പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഉൾപ്പെട്ട ജനശ്രേഷ്ഠന്മാരുടെ സംഘം സമ്മേളിക്കുകയും അവരെ അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവർ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ അവരോട് പറഞ്ഞു, ഞാനാകുന്നുവെന്ന് നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ. അവർ പറഞ്ഞു, ഇനി നമുക്ക് സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ട്. അവന്റെ വായിൽ നിന്ന് തന്നെ നാം അത് കേട്ടുവല്ലോ. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പിലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവരുടെ മേൽ കുറ്റം ചുമത്തുവാൻ തുടങ്ങി. ഞങ്ങളുടെ ജനതയെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ മിശിഹായാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഇവരെ നിങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ പറയുന്നുവല്ലോ. പീലാത്തോസ്
പ്രധാന പുരോഹിതന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ ഉറപ്പിച്ചു പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിടുന്നു. ഇത് കേട്ട പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ, ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പീലാത്തോസ് അവനെ അവന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദേസ് ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ ഈശോയെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് വളരെ കാലമായി അവനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും അടയാളം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവനെ ദീർഘനേരം ചോദ്യം ചെയ്തു. പക്ഷേ അവൻ അവരോട് ഒന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ രൂക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. അവൻ ഈശോയെ പകക്കേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. ആ ദിവസം ഹെറോദേസും പീലാത്തോസും സ്നേഹിതന്മാരായി. അതുവരെ അവർ അന്യോന്യം ശത്രുതയിലായിരുന്നു. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, നീ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. എന്നാൽ അവൻ മൂലം സ്വപ്നത്തിൽ ഞാനിന്ന് വളരെയേറെ ക്ലേശിച്ചു. പീലാത്തോസ് പ്രധാന പുരോഹിതന്മാരെയും ഭരണാധിപന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ വിസ്തരിച്ചിട്ട് ഈ മനുഷ്യനെതിരെ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമൊന്നും കണ്ടില്ല, ഹെറോദേസും കണ്ടില്ല. അതിനാൽ അവൻ ഇവനെ എന്റെ അടുക്കലേക്ക് തിരിച്ചയച്ചു. മരണാർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഞാൻ വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു പറഞ്ഞു, ഇവനെ കൊണ്ടുപോവുക, ബറബ്ബാസിനെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടയക്കുക. പട്ടണത്തിൽ നടന്ന കലാപവും കൊലപാതകവും കാരണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനായിരുന്നു ബറബ്ബാസ്. ഈശോയെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് വീണ്ടും അവരോട് സംസാരിച്ചു. അവരാകട്ടെ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, എന്തു തിന്മയാണ് ഇവൻ ചെയ്തത്? മരണാർഹമായ ഒരു കുറ്റവും ഞാൻ അവനെ കണ്ടിട്ടില്ല. അതിനാൽ അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഞാൻ വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം വലിയ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ മറുപടി കൂടുതൽ ശക്തമായി. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ രക്തത്തിൽ ഞാൻ നിർദോഷിയാണ്. ബാക്കി നിങ്ങളുടെ കാര്യം. അപ്പോൾ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലുമായി കൊള്ളട്ടെ, അവരുടെ ആവശ്യം നടക്കട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. അവർ ആവശ്യപ്പെട്ടവനെ, കലാപവും കൊലപാതകവും കാരണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ വിട്ടയക്കുകയും ഈശോയെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വന്ന സൈറീൻകാരൻ ശിമയോനെ പിടിച്ച് ഈശോയുടെ പിന്നാലെ കുരിശ് ചുമക്കുവാൻ അത് അവന്റെ മേൽ വച്ചു. ജനത്തിന്റെയും മാറുതടിക്കുകയും വിലപിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെയും ഒരു വലിയ സംഘം അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ നേരെ പിരിഞ്ഞ് ഈശോ പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകളും പ്രസവിക്കാത്ത ഉദരങ്ങളും പാലൂട്ടാത്ത മുലകളും അനുഗ്രഹിക്കണമെന്ന് അവർ പറയുന്ന ദിവസങ്ങൾ വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ചമരത്തോട് അവർ ഇങ്ങനെയാണ് ചെയ്തത് എങ്കിൽ ഉണങ്ങിയതിന് എന്തു തന്നെ സംഭവിക്കുകയില്ല. അവരോടൊപ്പം വധിക്കപ്പെടേണ്ടതിന് മറ്റ് 2 കുറ്റവാളികളെയും അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോടെ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. ഒരു കുറ്റവാളിയെയും ഒരുവനെ വലതുവശത്തും ഇതന്നെ ഇടതുവശത്തും. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ,
എന്നാൽ അവർ ചെയ്യുന്നത് എന്താ എന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കുവാൻ അവർ കുഴിയിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഭരണാധിപന്മാരാകട്ടെ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്ത് വന്ന് ചവർപ്പുള്ള വീഞ്ഞു കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന് മീതെ ഉണ്ടായിരുന്നു. തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദ്വേഷിച്ചു പറഞ്ഞു, നീ മിശിഹായല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ അവനെ സഹായിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? കാരണം നീയും ഞാനും അതേ ശിക്ഷാവിധിയിലാണല്ലോ. എന്നാൽ നാം തീർച്ചയായും ന്യായമായി പ്രവർത്തിച്ചതിന് അർഹമായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനോ യഥാർത്ഥമൊന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവന്റെയും മേൽ അന്ധകാരമായി. സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ 2-ആയി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും ഇന്ദ്രപ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർത്തിയപ്പെടുകയും ചെയ്തു. അവന്റെ ഉത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഈശോയ്ക്ക് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. പടയാളികൾ ഈശോയെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4-ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവരെടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ഈശോയുടെ കുരിശിനരികെ അവന്റെ അമ്മയും അവന്റെ അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ ചവർപ്പുള്ള വീഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ചവർപ്പുള്ള വീഞ്ഞിൽ കുതിർന്ന ഒരു നീർമഞ്ഞി ഈശോക്ക് തമ്മിൽ വെച്ച അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. ഈശോ അത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവെ നിയാമിച്ചു. ഞങ്ങൾ
നമുക്ക് ഇരിക്കാം. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മയിൽ ആയിരിക്കുന്ന ഈ പുണ്യദിനം ലളിതമായ അൾത്താരയും മരമണിയും ഏതു കാര്യത്തിലും വിദഗ്ധം പുലർത്തുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ദിനം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാർത്ഥനകൾ ഏവർക്കും നേരുന്നു. ഇന്നത്തെ ഒരു ദിവസം ദുഃഖസാന്ദ്രമാണ്. ക്രിസ്തു ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ആ ഓർമ്മയിൽ ആയിരിക്കുന്ന ഒരു പുണ്യദിനം, ദുഃഖിപ്പിക്കുന്ന ദിനം, അനന്തമായ മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ ഓർക്കുന്ന പുണ്യദിനം. ഈ 50 നോമ്പിന്റെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, നിന്റെ കുരിശിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന്. പലപ്പോഴും കുരിശിന്റെ വഴിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നിന്റെ കുരിശിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ അർത്ഥം എപ്രകാരമാണ്, എന്തുമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ, ഞാൻ സ്നേഹിക്കുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ജീവൻ കഴിയാനുള്ള ആഹ്വാനം തന്നുകൊണ്ട്, അതിന്റെ ഏറ്റവും വലിയ മാതൃക കുരിശിൽ തന്നുകൊണ്ട് ഈ ലോകത്തിൽ കാണിച്ചു തന്ന സുദിനമാണ് ഇന്ന്. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും വേണ്ടിയിട്ട് കുരിശ് കയറിയവരുടെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ആചരിക്കുക. അവസാന തുള്ളിരക്തം വരെ മനുഷ്യകുലത്തിന് വേണ്ടി, തന്നെ പീഡിപ്പിച്ചവർക്കും വേദനിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും വേണ്ടി ചിന്തി ഒടുവിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന ഈശോ. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ സഹനത്തെ ആത്മീയതയുടെ അളവുകോലായിട്ട് പറയാറുണ്ട്. ക്രിസ്തു തന്റെ ജീവിതം ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഇന്ന് ഈ ചോദ്യം എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്: ആത്മീയമായ ജീവിതത്തിൽ സഹനങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. എന്തുമാത്രം ശാന്തതയോടെ ഈശോ സഹനങ്ങളെ ഏറ്റെടുക്കുക. ഒടുവിൽ വളരെ നിശബ്ദമായിട്ട് അന്തരീക്ഷത്തില് ഈശോ പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട്, എല്ലാം പൂർത്തിയായ വേളയിൽ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശാന്തമായ മരണം. ചുറ്റും നോക്കുമ്പോൾ പരിഹസിക്കുന്ന ജനക്കൂട്ടങ്ങളും ആർത്തഹസിക്കുന്ന പടയാളികളും എല്ലാം നിന്ന് തന്റെ ചുറ്റും നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വളരെ ശാന്തതയോടെ ആയിരിക്കുന്ന ഈശോ. സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഒരാശ്വാസമാകെ പറയുവാൻ ചുറ്റുമുള്ളവർ ആരും തയ്യാറാകുന്നില്ല. തന്റെ ക്രൂരമായ സഹനങ്ങൾ കാണുമ്പോൾ വിലപിക്കുന്ന ഓസ്ട്രേ നഗരിയിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുക കുരിശിക്കുന്നതുകൊണ്ട്. കുരിശിന്റെ ചുവട്ടിൽ കണ്ണീരൊഴുകി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയായിട്ട് ഫലമേൽപ്പിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും എല്ലാം അമ്മയായിട്ട്. അത്ഭുതങ്ങൾ സ്വന്തമാക്കിയവരും അത്ഭുതങ്ങളുടെ ഫലം അനുഭവിച്ചവരും അത് കണ്ട് നിന്നവരും എല്ലാം ആ കുരിശിന്റെ ചുവട്ടിലുണ്ട്. പക്ഷെ അവരാരും അവനെ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവൻ തന്റെ ദൗത്യം, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ദൗത്യം പൂർത്തിയാക്കി ലോകത്തോട് വിട പറയുമ്പോഴാണ്
സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കാണിച്ചു കൊടുത്ത മഹനീയമായ ദിനം. ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ച പുണ്യദിനം. രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമതായി, എന്താണ് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്? അത് ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുക എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ ദിവസം ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. നമ്മൾ ചില വിശുദ്ധരെയും ചില സാധാരണക്കാരായ മനുഷ്യരെയും ഒക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് ഇല്ലാതായി തീരുന്ന ജീവിതങ്ങൾ മാക്സിമിലിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലെ ബലി കൊടുക്കുന്ന ഒരുപാട് വിശുദ്ധര് നമ്മുടെ ഈ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്യധ്വാനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നില്ലേ? തങ്ങളുടെ ജീവിതവും സമയവും കൊണ്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് ഒടുവിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ ഈ ലോകത്തോട് മുഴുവൻ പരിഭവത്തോടെ ഇരിക്കുന്ന എത്രയോ ജന്മങ്ങൾ നമ്മുടെ ഈ കൂടെ വസിക്കുന്നില്ലേ? തന്റെ ആയുസ് മുഴുവൻ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് വാർദ്ധക്യത്തിന്റെ അവസരത്തില് വീടിന്റെ 4 ചുവരുകളിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന എത്രയോ വാർദ്ധക്യങ്ങൾ നമ്മുടെ ഈ കുടുംബങ്ങളിലേക്ക് ഒരു നല്ല വാക്ക് പറയുവാനോ സ്നേഹത്തോടെ പരിചരിക്കുവാനോ തിരിഞ്ഞു നോക്കുവാനോ പോലും മനസ്സാകാതെ നമ്മൾ വെച്ചുള്ള നമ്മുടെ പാതാളന്മാർ നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഉണ്ടാവുകയില്ലേ? അവിടെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവർക്കായി സഹിക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കുവാൻ, പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ക്രിസ്തു ഇന്ന് ഈ ദുഃഖവെള്ളിയുടെ ദിവസം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എന്റെ സന്തോഷങ്ങളും എന്റെ താല്പര്യങ്ങളുമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോ ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. രണ്ടാമതായി, സഹനങ്ങൾ സമർപ്പണമാകണമെങ്കിൽ അത് സ്വമനസ്സാലെ സ്വീകരിക്കണം എന്നുള്ളത് ക്രിസ്തു പഠിപ്പിക്കുന്ന പാട്ട്. നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഏകദേശം 25 വയസ്സ് പ്രായമുള്ള ഒരു മകൻ ഒരു വാഹനാപകടത്തിൽ മരണമടഞ്ഞ് ആ മകന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ അമ്മ പ്രസംഗിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ അമ്മ ചുറ്റുമുള്ളവരോട് പറയുകയാണ്, എന്റെ മകൻ 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ലോകം എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ജീവിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയമാണിത്. അവൻ ലോകം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ജീവിക്കുവാൻ തുടങ്ങുന്ന ഈ അവസരത്തില് അവൻ ഈ ലോകം വിട്ട് പുറപ്പെടുമ്പോൾ ഏറ്റവും അധികം വേദനിക്കേണ്ട വ്യക്തി ഞാനാണ്. എന്റെ മനോഹര പുത്രൻ ലോകത്തോട് വിട പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആരും കരയരുത്, നിങ്ങൾ ആരും കരയരുത്. കാരണം ദൈവമാണ് അവനെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. ദൈവം ഇന്ന് അവനെ തിരിച്ചു വിളിക്കുമ്പോൾ കരയുവാനോ വിലപിക്കുവാനോ എനിക്കോ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നുള്ളത് അമ്മ ചോദിക്കുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ട് നിറഞ്ഞൊരവസ്ഥയാണ് എന്ന് നമുക്കറിയാം. അപ്രകാരം ചിന്തിക്കുവാൻ പോലും നമ്മിൽ ആർക്കും തന്നെ സാധിക്കുകയില്ല. പക്ഷേ സഹനങ്ങൾ എങ്ങനെ നേരിടണമെന്ന് കാണിച്ചു തന്ന ഈശോയുടെ ഈ ദുഃഖവെള്ളിക്ക് നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകളാണ്. സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ, പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ. ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പലപ്പോഴും പരാതിപ്പെടുന്ന, കുറ്റങ്ങൾ പറയുന്ന, കുറ്റപ്പെടുത്തുന്ന സ്വഭാവ വിശേഷങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കേണ്ടതാണ് എൻ്റെ സഹനങ്ങളെന്ന്, എൻ്റെ രോഗങ്ങളെന്ന്, എൻ്റെ ദുഃഖങ്ങളെന്ന് മനസ്സിലാക്കുക. ഈ ദുഃഖവെള്ളി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മൂന്നാമതായി, എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ സഹിച്ചത്? ഈശോയുടെ സഹനം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഒന്നാമതായി, ഈ സഹനങ്ങളെ എങ്ങനെ സന്തോഷമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. ഈശോയുടെ ചുറ്റും 2 കള്ളന്മാരുണ്ടായിരുന്നു. ഈ 2 കള്ളന്മാരെ ഈശോയുടെ ചുറ്റും നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. ഒരാൾ തന്റെ സഹനങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കുവാൻ ശ്രമിക്കുമ്പോൾ അവനെ ക്രിസ്തുവിനെ ശപിക്കുകയും കുറ്റം പറയുകയും കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അവിടെ
തന്റെ സഹനങ്ങളെ ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുന്നവൻ സ്വർഗരാജ്യം ക്രിസ്തുവിനോടുകൂടി പങ്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായി, താനും പിതാവും ലോകത്തെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന് അടയാളമാണ് ഈ സഹനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച ക്രിസ്തുവിന്റെ ഈ ദുഃഖവെളിയില് കുരിശുമരണം പോലും വലിയ ലാഘവത്തോടെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശോ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന് വേണ്ടി എരിഞ്ഞ് അടങ്ങേണ്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇത്. നമ്മൾ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. തൻ്റെ ഭർത്താവിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് കരട് പുറത്ത് നൽകേണ്ടതായിട്ട് വരുന്നു. ആ ഒരു അവസരത്തിൽ തന്റെ ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടി അത്യധ്വാനം നടത്തുന്ന ഒരു വീട്ടമ്മ, ഭാര്യ, വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച്, ഓരോ ദിവസവും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് തന്റെ ശരീരഭാരം കുറച്ചുകൊണ്ട് അവർ കഷ്ടപ്പെടുകയില്ല. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്റെ ഭർത്താവിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ തന്റെ ശരീരം പകുത്തു നൽകണമെന്ന് ആ വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ട് അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും അതൊന്നും ഒരു ഭാരമായിട്ട് കാണുന്നില്ല. കാരണം തന്റെ ജീവിതമാകാളിയുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ താൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇതേ ദുഃഖവെള്ളിയുടെ ദിവസവും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി സഹിക്കുവാനും കഷ്ടപ്പെടുവാനും അവർക്ക് വേണ്ടി വേദനകളിൽ അവരുടെ ഒപ്പമായിരിക്കുവാനും കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. മൂന്നാമതായി, വേദനകളെയും കഷ്ടപ്പാടുകളെയും ക്ഷമയോടെ സ്വീകരിക്കുവാൻ നമുക്ക് എപ്രകാരം സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ തീർത്തുകൊണ്ട് ജീവിതത്തെ ശപിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ വേദനയേറിയ പരിഹാസങ്ങൾ കേട്ട് അതിന്റെ നടുവിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഈ ലോകത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ, തന്റെ ജീവിതം കൂടിയേ തീരുവെങ്കിൽ അതിനുവേണ്ടി മാറ്റി നിർത്തുവാൻ എന്റെ ജീവിതം കൊടുക്കണമെങ്കിൽ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈശോ ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും തന്റെ ജീവിതത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്നത്. ക്ഷമയെന്ന വാക്കിന്റെ പര്യായ പദമായിട്ട് ഈശോ മാറുകയാണ്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, പരിഹസിച്ചവർക്ക് വേണ്ടി, മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി ക്ഷമയോടെ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് ഇവർ അറിയുന്നില്ല. എന്റെ മനസ്സിലെ പരിഭവങ്ങളും എന്റെ മനസ്സിലെ വെറുപ്പുകളും എല്ലാം ഈ കുരിശിന്റെ ചുവട്ടിൽ അലിഞ്ഞില്ലാതായി തീരുമാനമായിട്ടാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. മറ്റുള്ളവർ എന്നോട് ചെയ്തത് അതിന്റെ അവശിഷ്ടങ്ങൾ എന്റെ മനസ്സിൽ ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ കുടുംബത്തിലും സമൂഹത്തിലും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് ക്ഷണിക്കുന്നതും എന്റെ മനസ്സിന്റെ വേദനകളും വെറുപ്പുകളും എല്ലാം അവന്റെ കുരിശിൽ ഇല്ലാതാക്കുവാനായിട്ട് ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃക സ്വീകരിക്കുവാനായിട്ട്. നാലാമതായി, സഹനം എന്ന് പറയുന്നത് പ്രത്യാശ നിറഞ്ഞതാണ്. രണ്ട് കള്ളന്മാർ ഈശോയുടെ ചുറ്റും കിടക്കുമ്പോൾ ഒരാൾ പ്രത്യാശയോട് ഈശോയോട് പ്രാർത്ഥിക്കുക, നീ പ്രതീക്ഷയിലിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ആ സഹനങ്ങളെ പ്രത്യാശയോടെ സ്വീകരിക്കുവാൻ, വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ശാപവാക്കുകളും പരിഹാസങ്ങളുമല്ല, മറിച്ച് ദൈവത്തിന്റെ കൂടെയായിരുന്നുകൊണ്ട്, കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കൂടെ വസിക്കുന്ന സഹോദരനിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈശോയിൽ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഈ ദുഃഖവെള്ളിയുടെ അനുഭവം, ദുഃഖവെള്ളിയുടെ സന്ദേശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ എന്തുമാത്രം നോമ്പ് നോക്കിയാലും, എന്തുമാത്രം ഉപവാസം എടുത്താലും, എൻ്റെ സഹോദരന് നേരെ കണ്ണു തിരിക്കേണ്ട സമയത്ത് അതിനെനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, എൻ്റെ സഹോദരന്റെ വീഴ്ചകളിൽ അവരോടൊപ്പമായിരിക്കുവാൻ, വേദനകളിൽ അവരോടൊപ്പം
പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എൻ്റെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം വെറുതെയായി പോകുമെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ ദിവസത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് ഇല്ലാതായി തീരുവാൻ കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചെലവഴിക്കാം. ഉപവാസം അനുഷ്ഠിക്കേണ്ട ദിവസമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഈ ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ പങ്കുചേരാം. അങ്ങയുടെ കുരിശിന്റെ മായാത്ത മുദ്രയെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കുരിശുകൾ സ്വീകരിക്കുമ്പോൾ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ക്രിസ്തു തന്റെ അമ്മയെ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി ഏൽപ്പിച്ചു തരുമ്പോൾ നമ്മുടെയും അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സഹന വഴികളിലൂടെ നടക്കുവാൻ, അമ്മയോടൊപ്പം നടക്കുവാൻ ഈശോ ഇന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ആ ആഹ്വാനമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, തുടർന്ന് കർമ്മശുശ്രൂഷ പ്രാർത്ഥനയാണ്. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ധ്യാനിച്ച് ജ്ഞാനാത്മകമായിട്ട് മുട്ടുകുത്തി നിന്നാണ് നമ്മൾ കർമ്മശുശ്രൂഷ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി രണ്ടാമത് കൂടെ ഞങ്ങളുടെ മേൽ കരുണയായി ഉപേക്ഷിക്കാം. തന്റെ കുറവുകളാൽ ഞങ്ങളുടെ കുറവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരികയും ചെയ്ത ജീവിക്കുന്നതിനായ മിശിഹായെ, പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖമറിക്കുന്നതിനും സൃഷ്ടിജാലങ്ങളുടെ വിഭജിക്കുന്നതിനും ഇടയാക്കിയ കർത്താവേ, തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും രക്ഷിതായേ, മരണശേഷം പാതാളത്തിലിറങ്ങി അവരുണ്ടായിരുന്ന സുവിശേഷം നൽകി ഈശോയെ, ഗാഗുൽത്താമലയിലെ തന്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായെ, കുരിശിലെ സഹനവേളയിൽ മനുഷ്യവംശത്തിന്റെ രക്ഷിക്കുന്ന അവയവമായി കൈക്കുന്നതിൽ വിധിച്ച മിശിഹായെ, തന്റെ ആളുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ലയുടെയും കർത്താവുമായ മിശിഹായേ, സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂവാസികളാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കപ്പെടുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ, നിന്റെ സഭയെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കുകയും വിവിധ സഭാ സമൂഹങ്ങളിൽ നിന്റെ ദാസർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും മനുഷ്യവംശത്തോടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തെയും ആശീർവദിക്കുന്നവനെ അനുഗ്രഹവും സർവ്വതയെ സ്വാധീനിക്കുന്നവനെ സമാശ്വാസവും എല്ലാവർക്കും കൃപ ചൊരിയുന്നവനെ കാരുണ്യവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ
കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളൊന്നും പോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയനിമിത്തം ഈശോയുടെ രഹസ്യശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് ഈശോയുടെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. ഈശോയെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഈശോയുടെ ശരീരമെടുത്ത് യഹൂദരുടെ സംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ഘോഷിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥാപിക്കണമേ. നിന്റെ കുരിശ് വഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കം. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു. അസ്ഥികളെല്ലാം എണ്ണാറായി അവർ എന്നെ തുളച്ചു നോക്കി. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകരുത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിന്റെ മഹത്വത്തിന്റെ തേജസ്സും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്ക് സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യോഹന്നാൻ മാർദ്ദാനയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളനായി ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർത്തിലുള്ള പ്രത്യാശ പ്രദാനം ചെയ്തവനുമായ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സകലത്തിന്റെയും നാഥനും എല്ലാത്തിന്റെയും പരിപാലകനുമായ കർത്താവിൽ നിങ്ങൾ പ്രത്യാശിക്കുകയും ശരണം വയ്ക്കുകയും ചെയ്യുവിൻ. അനുതാപത്തോടെ തിരുമുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടൊപ്പം സ്വർഗരാജ്യത്തിന് നിങ്ങളെയും മിശിഹ അർഹരാക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.